ഈ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് പറഞ്ഞപ്പോഴറിഞ്ഞത് ഞങ്ങൾക്ക് വളരെയധികം പരിചയമുള്ള ഒരു ഫാമിലി, അവരുടെ മകനും വൈഫും അവർ മ്യൂച്വലി പിരിയാനുള്ള തീരുമാനം എടുത്തു അത്രേ. പയ്യൻ ചെറിയ പ്രായത്തിൽ തന്നെ 2 പ്രാവശ്യം ശൗര്യചക്ര കിട്ടിയ ഓഫീസറാണ്. ആ പെൺകുട്ടി കോർപ്പറേറ്റിലും. ആ കുട്ടിക്ക് അയാളുടെ റിമോട്ട് പ്ലേസസിലെ പോസ്റ്റിംഗ്സും അവളുടെ ജോലിയും എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ ആർമിയെ പറ്റിയുള്ള റീൽസ് ഒക്കെ ഇടുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും DMs വരും, യങ് പെൺകുട്ടികള്, ഹായ് ചേച്ചി, ആർമി ലൈഫ് എന്ത് രസാ, ഐ വുഡ് ലൈക്ക് ടു മാരി ആൻ ആർമി ഓഫീസർ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പലപ്പോഴും ലൈഫ് ഇൻ മൈ സർക്കാരി ഗർ എന്നും പറഞ്ഞ് ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കാണുന്ന ലേഡീസ് ഗെറ്റ് ടുഗദറും മെസ് പാർട്ടീസും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ പിന്നിൽ അൺസർട്ടനിറ്റീസും സാക്രിഫൈസസും ഒക്കെയുള്ള മറ്റൊരു ലോകമുണ്ട്. നിങ്ങൾ കാണുന്ന നൈറ്റ് പാർട്ടീസിന് പിന്നിൽ ഉറക്കമില്ലാത്ത രാത്രികളും, ആത്മവിശ്വാസത്തിന് പിന്നിൽ ആശങ്കകളും, സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അവൾ ധൈര്യശാലിയാണ്, പക്ഷെ അത് ഭയമില്ലാത്തത് കൊണ്ടല്ല, ഭയത്തെ കൂടെ കൂട്ടി ജീവിക്കാൻ പഠിച്ചുകൊണ്ടാ. റീൽസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ യൂണിഫോമിനോട് പ്രണയം തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ ആ യൂണിഫോമിനോടൊപ്പം വരുന്ന ചാലഞ്ചസിനെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുകൂടി ആലോചിക്കാം. കാരണം സ്നേഹം മാത്രം മതിയാകാത്ത ദിവസങ്ങളും ഉണ്ടാവും. അപ്പോൾ വേണ്ടത് ക്ഷമയാണ്, വിട്ടുവീഴ്ചയാണ്. ഒത്തുചേരലിനോടൊപ്പം തന്നെ വേർപിരിയലുകളെയും അനിശ്ചിതത്വങ്ങൾക്കൊപ്പം സാഹസികതകളെയും അഭിമാനത്തോടൊപ്പം ത്യാഗത്തെയും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതെ, ഒരു സൈനികനെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം നന്നായി മനസ്സിലാക്കുക, ആ മനുഷ്യനെ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ജീവിത രീതിയെ കൂടിയാണ് എന്നുള്ള കാര്യം.